കോഴിക്കോട് ചെറുവണ്ണൂരിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. കോട്ടൂർ സ്വദേശിനിയെ മുൻ ഭർത്താവാണ് ആക്രമിച്ചത്. പ്രതി പ്രശാന്തിനെ മേപ്പയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 വർഷം മുൻപ് പ്രതിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയതാണ് യുവതി. എന്നാൽ യുവതി തിരികെ തനിക്കൊപ്പം വരണമെന്ന പ്രശാന്തിന്റെ ആവശ്യം നിരാകരിച്ചതാണ് ആക്രമണത്തിന് കാരണം. വലിയ പേർക്കുണ്ട്. നന്നായിട്ട് മുഖവും മൂക്കും കണ്ണും ഒക്കെ ഒരു ഭാഗം തീർത്ത് പൊള്ളിക്ക്, പിന്നെ മേല് ഫുള്ളും ഒക്കെ വിവാഹം പിരിഞ്ഞിട്ട് ഓൻ്റെ കൂടെ തന്നെ രണ്ടാമത്തേരും പോകണം. വേറെ ഒരാളോട് കല്യാണം കഴിച്ച് പോകാനോ അതിനൊന്നും സമ്മതിക്കില്ല. ദീപക് മലയമ്മ നമുക്കൊപ്പം എത്തുന്നു. ദീപക് മലയമ്മ, 3 വർഷം മുൻപ് വിവാഹബന്ധം വേർപെടുത്തിയതല്ലേ? എന്നിട്ടും മറ്റൊരു ജീവിതത്തിലേക്ക് അവർ പോകാൻ പോലും സമ്മതിക്കാതെ പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരു സ്വഭാവമാണല്ലോ ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? തടയാൻ ആർക്കും കഴിഞ്ഞില്ലേ ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ? ദീപക്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പേരാമ്പ്ര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോട്ടൂർ സ്വദേശിനിയായിട്ടുള്ള പ്രവിശ്യ ഉണ്ടായിരുന്നത്. പ്രവിശ്യ ഏതാണ്ട് 3 വർഷം മുൻപ് വിവാഹമോചനം നേടിയ സ്ത്രീയാണ്. അവർ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് മുൻ ഭർത്താവ് കൂടിയായിട്ടുള്ള പ്രശാന്ത് ഇന്ന് രാവിലെ ആശുപത്രിയിലേക്ക് വരുന്നത്. തുടർന്ന് പ്രവിശ്യയുമായി സംസാരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ആസിഡ് പ്രവിശ്യയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നത്. മുഖത്തും നെഞ്ചിലും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. തിരിഞ്ഞോടാനുള്ള ശ്രമം പ്രവിശ്യ നടത്തുകയും ചെയ്തു. തൊട്ടു പുറകിലേക്കും പിന്നീട് ആസിഡ് ഇയാൾ ഒഴിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും പ്രവിശ്യയെ എത്തിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവിശ്യ ചികിത്സയിൽ കഴിയുകയുമാണ്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവിശ്യയുടെ കുടുംബം ആരോപിക്കുന്നത് ഇയാൾ നേരത്തെ തന്നെ കഞ്ചാവ് ഉൾപ്പെടെ ലഹരിക്ക് അടിമയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ വിവാഹമോചനം നേടിയതിന് പിന്നാലെ തന്നെ ഈ പ്രവിശ്യയോട് തൻ്റെ കൂടെ തിരികെ വരണം എന്നാവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം ശല്യപ്പെടുത്തുന്നു എന്നുള്ളത് കൂടിയാണ് കുടുംബം പറയുകയും ചെയ്തത്. പക്ഷേ ഈ പ്രശാന്ത് ആവശ്യപ്പെട്ട പ്രകാരം തിരികെ പോകാൻ പ്രവിശ്യ തയ്യാറാകാത്തതാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് പ്രതിയെ നയിച്ചത് എന്നുള്ള ഒരു കാര്യവും കൂടി കുടുംബം ആരോപണമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ പ്രതി മേപ്പയൂർ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രശാന്ത് ഉള്ളത്. ഓക്കെ, ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.